പാഞ്ചാലി ഫലത്തില് 5 ഭർത്താക്കന്മാരുടെ ഭാര്യയായി. ആയില്ല. കുന്തി അങ്ങനെ ഒരു കുന്തിയുടെ വാക്ക് പറഞ്ഞു. അപ്പോൾ പാഞ്ചാലിയെ ആദ്യം അവതരിപ്പിക്കുമ്പോൾ തന്നെ ധീരയായ ഒരു സ്ത്രീ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഈ പാഞ്ചാലിയുടെ ഭാഗത്ത് നിന്ന് ഇന്നേ വരെ നാട്ടിൽ നടപ്പില്ലാത്ത ഇത്തരത്തിലൊരു സ്ത്രീ 5 ഭർത്താക്കന്മാരെ വരിക്കുക എന്നുള്ള ഒരു പ്രത്യക്ഷത്തിലൊരു ധർമ്മത്തിന് വിരുദ്ധമെന്ന് തോന്നാവുന്ന ഇതിന് പാഞ്ചാലിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു ചെറുത്തുനിൽപ്പും ഉണ്ടായില്ലേ? അവര് ഭർത്തൃമാതാവ് പറഞ്ഞത് അതേപടി അംഗീകരിക്കുകയാണോ ചെയ്തത്? ഉണ്ടാവേണ്ടി വന്നില്ല. കാരണം ചെറുത്തുനിൽപ്പുകൾ, അതിഭീകരമായ ചെറുത്തുനിൽപ്പുകൾ പാഞ്ചാലൻ്റെ ഭാഗത്തുനിന്നും ദൃഷ്ടദ്യുമ്നൻ്റെ ഭാഗത്തുനിന്നും വന്നു. അതുകൊണ്ട് പാഞ്ചാലിക്ക് അതിനെ എതിർക്കേണ്ടി വന്നില്ല. പിന്നെ മാത്രമല്ല, പാഞ്ചാലിയുടെ ആത്മാവ് അതിനെ എതിർക്കുന്ന തരത്തിലുള്ളതല്ല. എന്താണ് പൂർവ്വജന്മം? അതിനാണ് നേരത്തെ തന്നെ വ്യാസൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. 5 ഭർത്താക്കന്മാർ ഉണ്ടാകാൻ ശിവൻ അനുഗ്രഹിച്ചു വിട്ടിരിക്കുന്നു. ശിവൻ ചിരിച്ചുകൊണ്ട് വരം കൊടുത്തു. ശിവനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫലിതം മാത്രമാണ്. കാരണം മനുഷ്യജീവിതത്തിൽ നിൽക്കുമ്പോഴേ അർത്ഥമുള്ളൂ, അല്ലെങ്കിൽ അർത്ഥമൊന്നുമില്ല. മരിച്ചു കിടക്കുന്ന അച്ഛനല്ല, അച്ഛൻ എന്നുള്ള അർത്ഥം പോയി. ജീവിച്ചിരുന്നപ്പോഴേ അർത്ഥമുള്ളൂ. ജീവിച്ചിരുന്നപ്പോൾ അച്ഛനടുത്ത് കത്തിച്ചോളയില്ലല്ലോ. അപ്പോൾ മരിച്ചപ്പോൾ അച്ഛൻ എന്നുള്ള സ്ഥാനം പോയി. അതുകൊണ്ട് ശിവനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യജീവിതത്തിന് മനുഷ്യൻ കൽപ്പിച്ച അർത്ഥം കൽപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ അതിന് ആത്യന്തികമായ അർത്ഥമൊന്നുമില്ല. അപ്പോൾ ഇവൾ 5 പ്രാവശ്യം പറഞ്ഞപ്പോൾ ഇവളുടെ കൊതിയിൽ ഇരിക്കട്ടെ 5 എണ്ണമെന്ന് വിചാരിച്ച് ഇത്തിരി ഹാസ്യത്തോടുകൂടി 5 ഭർത്താക്കന്മാർ നിനക്ക് ലഭിക്കും എന്ന് അദ്ദേഹം വരം കൊടുത്തു. പിന്നെ ഇതിൻ്റെ പിന്നിൽ വളരെ സോഷ്യോളജിക്കലായ ഒരു ഫാക്റ്റുണ്ട്, വളരെ സാമൂഹിക ശാസ്ത്രപരമായ ഒരു വസ്തുത. ഒറ്റ ഭാര്യയുള്ളുവെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഇവർ ഭിന്നിക്കും. ഈ അർജുനൻ മാത്രം ഒരു ഭാര്യയും വെച്ചുകൊണ്ട് ജീവിക്കുകയാണ്. രാജ്യം കിട്ടുമെന്ന് ഉറപ്പായിട്ടില്ല. കാട്ടിൽ തന്നെ കഴിയേണ്ടി വന്നാലോ എന്നുള്ളതാണ് സംശയം. പിന്നീട് കാട്ടിൽ തന്നെ കഴിയേണ്ടി വന്നല്ലോ രാജ്യം കിട്ടിയിട്ടും. അങ്ങനെ കഴിയേണ്ടി വരുമ്പോൾ എന്ത് സംഭവിക്കും? 5 ഭാര്യമാരുണ്ടെന്ന് വെച്ചോളൂ. ഇവർക്ക് 5 ഭാര്യമാരുണ്ട് പ്രധാനമായിട്ട്. കാനനവാസം നടത്തണമെന്നല്ലേ ഉള്ളൂ. ധർമ്മപുത്രരുടെ ഭാര്യ പറയും, ഇവരുടെ കൂടെ ഞാൻ കാനനവാസത്തിൽ, നമുക്ക് പ്രത്യേകം വേറൊരു കാട്ടിൽ പോയി താമസിക്കാം. അങ്ങനെയാണല്ലോ വിവാഹം കഴിച്ചുകൊണ്ടിരുമ്പോൾ ഭാര്യ പറയുന്നത്. ഇവിടെ താമസിക്കാനൊക്കെ ഇവിടെ നിന്ന് മാറി താമസിക്കണം, വാടകയ്ക്കൊരു വീട് എടുത്ത് നമുക്ക് അങ്ങോട്ട് മാറാന്നേ പറയില്ലേ? അങ്ങനെയല്ലേ കണ്ടുവരുന്നത് നാം. നമ്മുടെ ഇന്നത്തെ വർത്തമാനകാല സമൂഹത്തിൽ നാം കണ്ടുവരുന്നത് വിവാഹം കഴിച്ച് ഒരു സ്ത്രീയെ ഒരു കൂട്ടുകുടുംബം പോലെ അല്ലെങ്കിൽ അച്ഛനമ്മമാരായിട്ട് താമസിക്കുന്ന 2 സഹോദരന്മാരോ അല്ലെങ്കിൽ 2 സഹോദരിമാരോ അല്ലെങ്കിൽ ഒരു സഹോദരിയാണ് ആകെ ഉണ്ടാകുന്നത്. അതിലൊരാൾ വിവാഹം കഴിച്ചുകൊണ്ടുവന്നാൽ ആദ്യം തന്നെ പറയുന്നത് ഈ അച്ഛനെ അമ്മയെയും സഹിക്കാൻ വയ്യുന്ന ഭർത്താവിൻ്റെ ആണെങ്കിലും ശരി, ഭാര്യയുടെ ആണെങ്കിലും ശരി, അതുകൊണ്ട് മാറി താമസിക്കാം. അപ്പോൾ അന്നത്തെ ദിവസത്തിൽ എന്തായിരുന്നിരിക്കും? അപ്പോൾ ഈ ഒരു ഭാര്യമാർ തമ്മിൽ 5 ഭാര്യമാരും തമ്മിൽ വഴക്കിട്ടിട്ട് ഇവർ 5 കാടുകളിൽ പോയി കാനനവാസം നടത്തേണ്ടി വരും. ഇതൊക്കെയാണ് കുന്തിയുടെ മനസ്സിലിരിക്കുന്നത്. കുന്തി വെറുതെ പറഞ്ഞതല്ല, വാക്ക് പാലിക്കണമെന്നുള്ളതുണ്ട്. അതൊന്നും കൂടാതെ രാജ്ഞിയുടെ തന്ത്രം അറിയാവുന്ന സ്ത്രീയാണ്, രാജ്യതന്ത്രം പഠിച്ച സ്ത്രീയാണ്. അപ്പോൾ രാജ്യതന്ത്രപരമായ ഒരു ചിന്തയാണ് ആദ്യം മനസ്സിലേക്ക് വരിക. ഇപ്പോൾ ഈ നമ്മൾ പ്രദർശനശാലയിൽ പ്രദർശനങ്ങൾ കാണാൻ പോയെന്നാൽ ഒരു വിജ്ഞാനത്തോട് താല്പര്യമുള്ള ആളാണെങ്കിൽ പുസ്തകങ്ങൾ വലുത് അവിടെ പ്രദർശിപ്പിക്കാൻ വെച്ചിട്ടുണ്ടോ എന്ന് നോക്കും. പോലീസുകാരാണെങ്കിൽ തോക്ക് പ്രദർശിപ്പിക്കാൻ വെച്ചിട്ടുണ്ടോ എന്ന് നോക്കും. കാരണം അതിനോടാണ് താല്പര്യം. പോലീസുകാർക്ക് അതിനോട് താല്പര്യം ഉണ്ടാകില്ലായിരിക്കും അല്ലേ? എന്നാലും ആയുധങ്ങളോട് താല്പര്യമുള്ള ആളുകൾക്കാണെങ്കിൽ ആയുധങ്ങൾ പ്രദർശിപ്പിക്കുന്ന സ്ഥലത്ത് പോയി ആയുധങ്ങൾ കാണാം. ഇത് ശക്തൻ തമ്പുരാൻ്റെ വാളായിരുന്നു, ഇത് അശക്തൻ തമ്പുരാൻ്റെ വാളായിരുന്നു, ഇത് ചിത്രതിരുനാൾ രാമവർമ്മ മഹാരാജാവ് ഉപയോഗിച്ചിരുന്ന വാളായിരുന്നു, ഇത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഉപയോഗിച്ച വാളായിരുന്നു. അത് തുടരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും കൊതി കൊണ്ടൊന്ന് തൊട്ട് നോക്കും. പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്തു ചെയ്യും? നാണയങ്ങൾ പലയിടത്തും പ്രദർശിച്ചിട്ടുണ്ടോ എന്ന് പോയി അത് നോക്കി വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കും. ഫിഷർമാനാണെങ്കിൽ എന്തു ചെയ്യും? പലതരം വലകളുടെ പ്രദർശനമുണ്ടോ എന്ന് നോക്കും. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള പ്രദർശനങ്ങൾ ഉണ്ടാകുമല്ലോ. വലകൾ, പലതരത്തിലുള്ള ബോട്ടുകളുടെ മോഡലുകൾ ഇതൊക്കെ പ്രദർശിപ്പിക്കാൻ വെച്ചിട്ടുണ്ടാകും. അവിടെ ഇങ്ങനെ നോക്കും. അപ്പോൾ ഓരോരുത്തരും അവരുടെ താല്പര്യമനുസരിച്ചുള്ള ചിന്തയാണ് വരുന്നത്. ഇത് മഹാരാജ്ഞിയാണ്.
അപ്പോൾ രാജ്ഞിക്ക് ആദ്യം വരുന്നത് എന്തായിരിക്കും? രാജ്യതന്ത്രപരമായ ചിന്തയാണ്, ഭിന്നതകളെ ഒഴിവാക്കാനുള്ള ചിന്തയാണ്. എങ്ങനെ ഒരുമിപ്പിച്ച് നിർത്താം ജനങ്ങളെ എന്നാണ്, എങ്ങനെ ഒരുമിപ്പിച്ച് നിർത്താം കുടുംബത്തെ, എങ്ങനെ ഒരുമിപ്പിച്ച് ഏകോപിപ്പിച്ച് നിർത്താം മക്കളെ എന്നാണ്. അപ്പോൾ തൽക്കാലം 5 ഭാര്യമാർ വരുന്നത് ശരിയല്ല, ഒരാൾക്ക് ഒരു ഭാര്യ വരുന്നതും ശരിയല്ല. അപ്പോൾ വന്ന ഭാര്യയെ 5 പേരും കൂടി സ്വീകരിക്കട്ടെ എന്നാണ്. അതിൽ അധർമ്മമുണ്ടെങ്കിലും അധർമ്മമുണ്ടതിൽ. അപ്പോൾ പാഞ്ചാലിയെയും കൊണ്ട് ഈ 5 പേരും എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പാഞ്ചാലൻ ദൃഷ്ടദ്യുമ്നനെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു, പിന്നാലെ ചെന്ന് ഇവരെങ്ങോട്ടായി പോകുന്നത് എന്ന് അറിഞ്ഞു വരിക. അദ്ദേഹം പതുങ്ങി ദൃഷ്ടദ്യുമ്നൻ പതുങ്ങി അവരറിയാതെ ഇവരെ അനുഗമിച്ച് ഈ കുംഭകാരൻ്റെ കൊശവൻ്റെ ആലയത്തിലെത്തി. അപ്പോൾ അവിടെ താമസിക്കുകയാണ് ഇവർ. സംഭാഷണത്തിൽ നിന്ന് ഇവർ സാധാരണ നിലയിലുള്ള ആളുകളല്ല എന്ന് മനസ്സിലാക്കി. അങ്ങനെ ചെന്ന് പറഞ്ഞു, നമ്മൾ വിചാരിച്ചതുപോലെ ഇവർ സാധാരണ ആളുകളല്ല, അവരുടെ ഒരു അമ്മയും അവിടെയുണ്ട്. ഇങ്ങനെ ഒരു നമ്മുടെ കുംഭകാരൻ്റെ വീട്ടിലാണ് അവർ താമസിക്കുന്നത്, സാധാരണ ആളുകളല്ല. സംഭാഷണത്തിൽ നിന്ന് അവർ സംസ്കൃതമായ ഭാഷയാണ് ഉപയോഗിക്കുന്നത്, ദേശീയഭാഷകളല്ല. അപ്പോൾ സംസ്കൃതമായ ഭാഷ ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ സംസ്കാര സമ്പന്നന്മാരാണെന്ന് തോന്നുന്നു. പിന്നെ അവരുടെ ആചാരങ്ങളും രീതികളുമൊക്കെ ഉയർന്ന തരത്തിലുള്ള ആളുകളുടെ ആചാര രീതികളാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പുത്രിക്കും വലിയ അപകടം പറ്റും എന്ന് സഹോദരിക്കും വലിയ അപകടം പറ്റും എന്ന് തോന്നാനില്ല എന്ന് പറഞ്ഞു. പിന്നെ ദൂതനെയും പുരോഹിതനെയും അയക്കുകയാണ്. ഇവരെ വിവാഹം നടന്നിട്ടില്ല. പാഞ്ചാലി അർജുനനെ ഭരിക്കുക മാത്രമേ നടന്നിട്ടുള്ളൂ, വിവാഹം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി വിവാഹം നടത്തുന്നതിന് വേണ്ടി 7 ദിവസം നീണ്ടു നിൽക്കുന്ന വിവാഹം നടത്തുന്നതിന് വേണ്ടി പുരോഹിതനും ദൂതനും കൂടി വന്ന്, പാഞ്ചാലൻ്റെ പുരോഹിതനും ദൂതനും കൂടി വന്ന് ഇവരെ ക്ഷണിക്കുകയാണ്. അങ്ങനെ ക്ഷണിച്ച് കുന്തിയോടുകൂടി അവർ കൊട്ടാരത്തിലേക്ക് പോകുന്നു. അപ്പോൾ ധർമ്മപുത്രർ പാഞ്ചാലനോട് പറയും, എൻ്റെ അമ്മ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ല, എൻ്റെ അമ്മയെ ഞങ്ങളുടെ 5 പേരുടെയും കൂടി ഒരു മാതാവുണ്ട്, അവിടെ അന്തഃപുരത്തിലേക്ക് പോയിട്ടുണ്ട്. ആ അമ്മ ഇങ്ങനൊരു വാക്ക് പറഞ്ഞു, ഞങ്ങൾ 5 പേരും കൂടിയാണ് ഈ സ്ത്രീയുടെ ഭർത്താക്കന്മാരായിട്ടിരിക്കേണ്ടത് എന്ന് അമ്മ പറഞ്ഞു പോയി. അതുകൊണ്ട് അങ്ങനെ വേണ്ടി വരും. അല്ല, അത് സാധ്യമല്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അനേകം ഭാര്യമാരോടുകൂടി ഭർത്താക്കന്മാർ ജീവിച്ചിരുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഭാര്യയെ ഒരു സ്ത്രീയെ പല പുരുഷന്മാർ ഭാര്യയാക്കി വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ആശയം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പറഞ്ഞു, അങ്ങനെയല്ല. മുനിജ എന്ന് പറയുന്ന സ്ത്രീ, അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യമാണ്. ആരുടെ? ധർമ്മപുത്രരുടെ. അതിപ്പോൾ അങ്ങ് കേട്ടിട്ടില്ലെന്നേ ഉള്ളൂ, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ കേൾപ്പിച്ചു തരാം. എന്നിട്ട് മുനിജ എന്ന് പറയുന്ന ഒരു മുനി കന്യക പ്രചേതസ്സുകൾ എന്ന 10 പ്രജാപതിമാരെ ഭർത്താക്കന്മാരാക്കി വെച്ചുകൊണ്ടിരുന്നു. ഇപ്പം കേട്ടോ? ഇപ്പം കേട്ടു. അത്രയും കേട്ടാൽ പോരെ? ഇനി വേണമെങ്കിൽ പറയാം. അല്ല, വേണ്ട. പക്ഷേ ഞാനിതിന് സമ്മതിക്കില്ല. പണ്ട് അങ്ങനെ പലതും നടന്നിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയായി അദ്ദേഹത്തിൻ്റെ രീതി. പണ്ട് അങ്ങനെ പലതും നടന്നിട്ടുണ്ടാകും, ഇപ്പോൾ അങ്ങനെ നടക്കുന്നില്ല. ഇത് എൻ്റെ കുലത്തിന് അപമാനമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാനിത് സമ്മതിക്കാൻ പോകുന്നില്ല. ദൃഷ്ടദ്യുമ്നൻ കേട്ടപ്പോഴും അയാൾ കലിതുള്ളി, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് ദൃഷ്ടദ്യുമ്നൻ. അർജുനൻ എന്തായിരുന്നു നിലപാട്? അർജുനൊന്നും കൊണ്ടില്ല. അമ്മയും ചേട്ടനും തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന് പഥ്യം എന്നുള്ള നിലയിൽ നിന്ന്. താൻ വരിച്ച പെൺകുട്ടിയല്ലേ, അതിനൊരു ഉത്തരവാദിത്വം ഇല്ല. അദ്ദേഹം മരിച്ചിട്ടൊന്നുമില്ലല്ലോ. അവള് മരിച്ചു, അത്രേ ഉള്ളൂ. അദ്ദേഹം മരിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം മരിക്കണമെങ്കിൽ അദ്ദേഹം മാലയിടണം. അദ്ദേഹം മാലയിട്ടിട്ടില്ല. ഒരു വില്ലെടുത്ത് വരച്ചു, അത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്, അത് ചെയ്തു, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ അമ്മയും ജ്യേഷ്ഠനും കൂടി തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ച് നിശബ്ദനായിരിക്കണം. ഒരക്ഷരം പറഞ്ഞിട്ടില്ല. സ്വാർത്ഥത ഉണ്ടായിരുന്നില്ല അർജുനന് ഇക്കാര്യത്തിൽ. ഉണ്ടായിരുന്നില്ല.
പിന്നെ നാരായണ അംശം കൊണ്ട് സംബോധനാണ്. നാരായണ അംശമാണ് നരൻ. ആ നരൻ്റെ അവതാരമാണ്. അപ്പം അങ്ങനെ വെറുതെ കയറി ഒരു അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കില്ല. എല്ലാം നിശബ്ദമായിട്ട് നിന്ന് കാണും, നിരീക്ഷിക്കും. അത് കഴിഞ്ഞിട്ടേ അതെല്ലാം അപഗ്രഥിച്ചൊരു തീരുമാനം അർജുനൻ പറയും. ഭീമനെ പോലെയല്ല. ഭീമൻ കയറി ബഹളം ഉണ്ടാക്കും, ബുദ്ധിപൂർവ്വമായിരിക്കും കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ആ പറയുന്ന കാര്യങ്ങളെല്ലാം സാഹസികമായിരിക്കും. അവിടെ വെച്ച് തന്നെ ആ വൃക്ഷം പറിച്ചെടുക്കാൻ പാടില്ല. വൃക്ഷം പറിച്ചെടുത്താൽ ഉടൻ സംശയമാകും ഭീമനാണെന്ന്. അതൊന്നും ശ്രദ്ധിച്ചില്ല, നോക്കിയില്ല. വൃക്ഷം പറിച്ചെടുത്തു. അത് ഈ പാണ്ഡവന്മാരുടെ കൂട്ടത്തിലും രാജാക്കന്മാർക്ക് അറിയുന്ന രാജാക്കന്മാരുടെ കൂട്ടത്തിലും ഇദ്ദേഹം മാത്രമേ ഈ വൃക്ഷം പറിക്കുന്ന പരിപാടിയുള്ളൂ. ആയുധം കൊണ്ടല്ല പൊരുതുന്നത്, ഗതയും എടുക്കില്ല. വൃക്ഷം പറിച്ചെടുത്ത് അടിക്കാനാണ് ആ അമർഷം. ഗത പിന്നെ തിരക്കി പോകണ്ടേ, ഓടിപ്പോയി ആയുധശാലയിൽ പോയി ഗത എടുത്തിട്ട് വരണേ. അവിടെ എപ്പോഴും ഗതയും തൊള്ളത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത് സീരിയലിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഭീമൻ വരുമ്പോഴൊക്കെ ഒരു ഗത, ഒരു സമയത്തും അയാളുടെ തൊള്ളത്ത് നിന്ന് ഗത പോവില്ല. അതെന്ത് ഭീമന് കുളിക്കണം, അപ്പോഴും ഗതയും തൊള്ളത്ത് വെച്ചുകൊണ്ട് കുളിക്കും. ഭീമന് ഊണ് കഴിക്കണം, അപ്പോഴും ഗതയും തൊള്ളത്ത് വെച്ചുകൊണ്ട് ഊണ് കഴിക്കും. ഈ കണ്ടിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ, മുഴുവൻ കണ്ടിട്ടില്ല, കണ്ടിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഭീമനെ കണ്ടിരിക്കുന്ന ഗതയും തൊള്ളത്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കും, അല്ലെങ്കിൽ തോളത്ത് വെച്ചുകൊണ്ട് നിൽക്കും. ഇതൊക്കെ സംവിധായകൻ്റെ കുഴപ്പമാണത്. ഈ ചമയങ്ങളൊന്നും ഇല്ലാതെയും ഇവരെ കാണിക്കേണ്ടതാണ്. അല്ല, കിടന്നുറങ്ങുമ്പോൾ ആ ഗതയും വെച്ച് കിരീടവും വെച്ച് അണിഞ്ഞൊരുങ്ങി മാലകളും കുണ്ടലങ്ങളും ഒക്കെ ചാർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരുത്തൻ കിടന്നുറങ്ങും. അവന് പ്രാന്താണെന്നല്ലേ വിചാരിക്കുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ഈ മരം പറിച്ചെടുക്കുക, ആലോചിക്കാതെ പറിച്ചെടുക്കുകയാണ്. ആ വീര്യം ഇങ്ങനെ ശരീരത്തിൽ കിടന്ന് നുരകൊത്തിയിട്ടേ പറിച്ചെടുക്കുകയാണ്. ഈ മനസ്സിലായാൽ തന്നെ തിരക്കടില്ലെന്നുള്ളതാണ്. ഈ ഉടനെ തിരിച്ചു വരാൻ പോയതാണ് ഭീമൻ. കാട്ടീന്നേ അമ്മ പിടിച്ച് നിർത്തുന്നതാണ്. ഇപ്പം തന്നെ പോയി അവനെ തല്ലിക്കൊന്ന് പ്രശ്നം പരിഹരിക്കാമെന്നാണ് ഭീമൻ പറയുന്നത്. ഈ ഭീമൻ പറയുന്നവരെ എളുപ്പമല്ലേ ഈ തല്ലിക്കൊല്ലണമെന്ന്. കാരണം അവിടെ ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്, അശ്വത്ഥാമാവുണ്ട്, കൃപരുണ്ട്. ഇവരൊക്കെ ആയുധം എടുക്കപ്പോഴേ എളുപ്പമല്ല. കൈ കിട്ടിയാലേ ഇദ്ദേഹത്തിന് കൊല്ലാനൊക്കെ ഉള്ളൂ. കൈ കിട്ടാൻ അടുക്കണ്ടേ അങ്ങോട്ട്. അമ്പുകൾ ദുരിതരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അടുക്കും. അപ്പം അങ്ങനെ ആലോചനയില്ലാതെ പ്രവർത്തിക്കുന്ന സാഹസികനാണ്. ആലോചിച്ചാൽ ആലോചിക്കാൻ കഴിവുള്ളവനുമാണ്, പണ്ഡിതനുമാണ്, വിവരമുള്ളവനുമാണ്, ഗ്രന്ഥജ്ഞാനവുമുണ്ട്, വേദത്തെക്കുറിച്ചും ജ്ഞാനമുണ്ട്. അത് ധർമ്മത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. ഈ ധർമ്മപുത്രരോടൊപ്പം നിന്ന് ധർമാധർമ്മ വിവേചനം നടത്തുന്ന സംവാദത്തിൽ പങ്കെടുത്താൽ ഭീമൻ പറയുമ്പോൾ നമുക്ക് തോന്നും ഭീമൻ പറഞ്ഞാണ് ശരിയെന്ന്. അതിന് മറുപടിയായി ധർമ്മപുത്രർ പറയുമ്പോൾ നമുക്ക് തോന്നും ധർമ്മപുത്രർ പറഞ്ഞാണ് ശരിയെന്ന്. വീണ്ടും ധർമ്മപുത്രർ ഭീമനും മറുപടി കൊടുക്കുമ്പോൾ ധർമ്മപുത്രർ പറഞ്ഞാണ് ശരിയെന്ന് നമുക്ക് തോന്നും. ഇങ്ങനെ മാറി മാറി ശരിയാണെന്ന് നമുക്ക് തോന്നത്തക്ക വിധത്തിൽ അടിച്ചടിച്ച് നിൽക്കും വാദപ്രതിവാദങ്ങളിൽ ധർമ്മപുത്രരോടൊപ്പം. അപ്പോൾ ധർമ്മപുത്ര ഇങ്ങനെ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടില്ല എന്നാണെങ്കിൽ അതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ളതിന് അദ്ദേഹം ഉദാഹരണങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ പാഞ്ചാലൻ പറഞ്ഞു, ഉദാഹരണങ്ങളൊന്നും കേൾക്കണ്ട എനിക്കെന്ന് പറഞ്ഞു. ഇത് ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ വിവാഹം കഴിച്ച 5 പേരും കൂടി ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിച്ചത് എന്ന പ്രശ്നം ഉദിക്കുന്നില്ല, പിന്നെ എന്താ വെറുതെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. ക്രോധം വന്ന അദ്ദേഹത്തിന്. തൃഷ്ടദ്യുമ്നനും പറഞ്ഞു അത് സാധ്യമല്ല, ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുന്തിയോട് സംസാരിക്കാമെന്നായി. കുന്തിയോട് പാഞ്ചാലൻ പോയി സംസാരിച്ചപ്പോൾ വളരെ ശാന്തമായിട്ട് കുന്തി പറഞ്ഞു അതങ്ങനെ തന്നെ വേണ്ടി വരും, വിട്ടുകൊടുക്കില്ലേ. പാഞ്ചാലൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമമായി. അപ്പോൾ ധർമ്മപുത്രർ പറഞ്ഞു, ഞാൻ പാണ്ഡുവിൻ്റെ പുത്രന്മാരിൽ മൂത്തവനായ യുധിഷ്ഠിരനാണ്. ഈ അമ്പ് കുലച്ച് പാഞ്ചാലി വരിച്ചല്ലോ, അത് ഇന്ദ്രപുത്രനായ അർജുനനാണ്. മറ്റേത് വായുപുത്രനായ മരം പറിച്ച് അടിക്കാൻ തുടങ്ങിയവനുണ്ടല്ലോ, അവൻ വായുപുത്രനായി ഈ ഇരിക്കുന്നവൻ, അവൻ വായുപുത്രനായ ഭീമനാണ്. മറ്റത് അശ്വനീപുത്രന്മാരായ നകുലസഹദേവന്മാരാണ്. ഞങ്ങൾ പാണ്ഡവന്മാരാണ്. സന്തോഷമായപ്പോൾ അപ്പോൾ ക്രോധം ശമിച്ചു. രണ്ടുപേരുടെയും, പാഞ്ചാലൻ്റെയും ധൃഷ്ടദ്യുമ്നൻ്റെയും ക്രോധം ശമിച്ചു. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ സംഭവിച്ചുവല്ലോ, ദൈവാധീനം, ഈശ്വരാനുഗ്രഹം. ഞാൻ എൻ്റെ മനസ്സിലെ എന്നത്തെയും ഒരു കൊതിയായിരുന്നു പാണ്ഡവന്മാരുമായ ഒരു ബന്ധം വേണമെന്ന്. അതെന്തായാലും ഈശ്വരൻ സാധിച്ചു തന്നു. യജ്ഞത്തിൻ്റെ പുണ്യം, യജ്ഞത്തിൻ്റെ ഫലം എന്ന് പറയും. പക്ഷേ ഇത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ധർമ്മപുത്ര വിവാഹം കഴിക്കുക.
മൂത്തയാൾ നിങ്ങളല്ലേ. മൂത്തയാൾ നിൽക്കുമ്പോൾ അനുജൻ വിവാഹം കഴിച്ചു എന്ന് വേണ്ട, ജ്യേഷ്ഠൻ നിൽക്കുമ്പോൾ അനുജൻ വിവാഹം കഴിച്ചു എന്നുള്ള ക്രമഭംഗം ഉണ്ടാവണ്ട. നിങ്ങൾ വിവാഹം കഴിക്കുക. ബാക്കി 4 പേർക്കും പിന്നീട് ക്രമാനുസരിച്ച് നമുക്ക് വധുവിനെ കണ്ടുപിടിച്ച് വിവാഹം നടത്താം. ധർമ്മോത്തര വിവാഹം കഴിക്കുക. അപ്പോൾ ധർമ്മോത്തര പറഞ്ഞാൽ അങ്ങനെ വിവാഹം കഴിയില്ല, അമ്മ സമ്മതിക്കണം. അമ്മ സമ്മതിക്കുന്നില്ല. കുന്തി പറഞ്ഞാൽ അത് നടക്കില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവർ തമ്മിൽ ഈ വിഷമാണെന്ന് കരുതിയത് അമൃതാണെന്ന് ബോധ്യപ്പെടുകയാണ്. അമൃതാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴും ആ അമൃത് കുടിക്കാൻ വയ്യാത്തൊരവസ്ഥയായതുപോലെ നിൽക്കുകയാണ് പാഞ്ചാലനും ദൃഷ്ടദ്യുമ്നനും. അവർ കൊതിച്ചത് കിട്ടി, അവരാഗ്രഹിച്ചത് കിട്ടി, അവരാഗ്രഹം സഫലമായി. അവരുടെ യജ്ഞം അതിൻ്റെ പരിപൂർണമായ ഫലപ്രാപ്തിയിൽ എത്തിയത് കണ്ടപ്പോഴും ഒരു ദുഃഖത്തിൻ്റെ അംശം അതിൽ കിടക്കുകയാണ്. അപ്പോഴേക്കും വേദവ്യാസ മഹർഷി വന്നു. പുള്ളി ഒന്നുമില്ലാതെ വെറുതെ കൈയും വീശി, കമണ്ടലും ഇല്ല, യോഗദണ്ഡുമില്ല, ഒന്നുമില്ല, വെറുതെ അങ്ങ് കയറി വന്നു. അദ്ദേഹം പാഞ്ചാലനെയും വിളിച്ചുകൊണ്ട് മറ്റൊരു മുറിയിലേക്ക് പോയി പാഞ്ചാലനോട് സംസാരിച്ചു. പാഞ്ചാലനോട് എന്താണ് സംസാരിച്ചതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സംസാരിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ പാഞ്ചാലൻ ഇതിന് സമ്മതിച്ചിരിക്കുന്നു. പിന്നീട് അത് പഞ്ചേന്ദ്രോപാഖ്യാനം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു അധ്യായത്തിൽ ഇദ്ദേഹം സംസാരിച്ചത് പറയും. ഈ ഇരിക്കുന്ന പഞ്ചപാണ്ഡവന്മാർ 5 ഇന്ദ്രന്മാരാണ്. പല ഇന്ദ്രന്മാരുണ്ട്. നമ്മൾ ഒരു ദേവേന്ദ്രനെ ഒരാളെ ഉള്ളൂ എന്നുള്ള ധാരണയിലായിരിക്കുന്നത്. അങ്ങനെയല്ല. ഓരോ യുഗം കഴിയുമ്പോഴും ഇന്ദ്രന്മാർ മാറി മാറി വരും. അങ്ങനെ ആ യുഗങ്ങളിൽ മാറി മാറി വന്ന 5 ഇന്ദ്രന്മാർ രൂപം പ്രാപിച്ച് വന്നിരിക്കുകയാണ് ഈ പാണ്ഡവന്മാരായിട്ട്. ഇവരുടെയൊക്കെ പുത്രന്മാർ, ദേവേന്ദ്രൻ്റെ ഇപ്പോഴുള്ള ദേവേന്ദ്രൻ്റെ പുത്രനായും യമധർമ്മൻ്റെ പുത്രനായും വായുദേവൻ്റെ പുത്രനായും അശ്വനിദേവന്മാരുടെ പുത്രന്മാരായും ജനിച്ചിരിക്കുന്ന ഇവർ പഞ്ചേന്ദ്രന്മാരാണ്. നിങ്ങളുടെ മകളുണ്ടല്ലോ, ഈ നിങ്ങളുടെ മകള് ലക്ഷ്മി ദേവിയുടെ അംശം കൊണ്ട് ജനിച്ചിരിക്കുന്നവളുമാണ്. അവൾ പൂർവ്വജന്മത്തിൽ നളായണിയായിരുന്നു. അവൾ തപസ് ചെയ്ത് ശിവനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ശിവൻ അവൾക്ക് വരം കൊടുത്തിട്ടുണ്ട്. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടാകുമെന്ന്. അതിനാൽ ഇതിൽ അധർമ്മമില്ല, ഇത് ധർമ്മ്യമാണ്. അപ്പോഴും മുനിയോടൊരു കാര്യം ചോദിച്ചു അദ്ദേഹം. ജനങ്ങൾക്കിതൊന്നും അറിഞ്ഞുകൂടല്ലോ, ജനങ്ങൾ എന്തു പറയും, ജനങ്ങളോടെന്ത് പറയും, ജനങ്ങളെ നാം പ്രീതിപ്പെടുത്തണ്ടേ, ജനങ്ങളിത് അംഗീകരിച്ചുകൊള്ളും എന്ന് മുനി പറഞ്ഞു, മഹർഷി പറഞ്ഞു.